കലോത്സവ വേദിയുടെ ആദ്യ ദിനം അത് ഒരുപാട് കലാപ്രതിഭകളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും ആ സ്വാഗത നൃത്തശില്പം എല്ലാവരെയും ആകർഷിച്ചിരുന്നു. അതിന്റെ പ്രധാന കേന്ദ്രബിന്ദു ആശ ശരത്ത് എന്നോടൊപ്പം ഉണ്ട്. നടി നർത്തകി. ഒരുപാട് സന്തോഷം സ്റ്റേജിൽ കുട്ടികളോടൊപ്പം പെർഫോമൻസ് ഉണ്ടപ്പോൾ ഞാൻ പിന്നീട് കുട്ടികളെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാമിനോട് മാം സ്ഥിരമായിട്ട് അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്യാനൊക്കെ ചെന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അവരോടൊപ്പം ഉള്ള ദിവസങ്ങൾ? അവരെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു. പുതിയ തലമുറയുടെ കൂടെ ഡാൻസ് ചെയ്യുക, അവരുടെ അതിനെ നോക്കി കാണുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഗുരുക്കന്മാരെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പഠിപ്പിക്കുന്നവരോടും ഹായ് മാം, ഹായ് ടീച്ചർ, ആശിച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു ഭയങ്കര സൗഹൃദത്തിന്റെ ഒരു ലൈനാണ്. സോ ഐ റിയലി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത്. ഞാൻ ഇതിൽ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് തെളിയിക്കാനുണ്ടായിരുന്നു CM-ന്റെ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വർഷം ഇവിടുത്തെ കുട്ടികളുടെ കൂടെ ഞാൻ നൃത്തം ചെയ്യുമെന്ന്. കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ കളിക്കാമോ. അപ്പൊ അടുത്ത വർഷം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ ഞാൻ ഈ പ്രോഗ്രാം കോമ്പറ്റീഷൻസ് കണ്ടിറങ്ങുമ്പോഴേ ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര മുകളിലാണ്. പക്ഷെ ഇതോടുകൂടി ഇവരതൊക്കെ ചിലത് നിർത്തി പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ 12th കഴിഞ്ഞു. അതല്ല, അത് തുടരണം, ഇതൊരു പ്രൊഫഷനാണെന്ന് ഞാൻ എന്റെ നൃത്തത്തിലൂടെ ഞാൻ അവരുടെ കൂടെ നൃത്തം ചെയ്ത് അവരെ ഒന്ന് തിരിച്ചിതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയായിരുന്നു. അതും കൂടെയാണ് ചെയ്തത്. ഈ കലോത്സവ വേദികളിൽ സാന്നിധ്യമായിരുന്നല്ലോ ചെറുപ്പകാലത്ത്. അപ്പോൾ ഈ വീണ്ടും എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ അധികകാലം കോമ്പറ്റീഷൻസിന് വന്നിട്ടില്ല. കാരണം എന്റെ അമ്മ, എന്റെ ഗുരു ഒരാളാണ്, കലാമണ്ഡലം സുമതി. അമ്മ അധികം കോമ്പറ്റീഷൻസിന് എന്നെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അമ്മയുടെ കുട്ടികൾക്ക് ഏകദേശം 9-10 പ്രാവശ്യം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം വിജയിച്ചിട്ടുണ്ട്. ഞാനും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് മാത്രം, 1-2 വർഷങ്ങളിൽ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. ഭയങ്കര രസമുള്ള ഒരു വേദിയാണ്. ആദ്യം ആ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ട്. അതേ വൈബ്രേഷൻ ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാലെടുത്ത് വെക്കുമ്പോഴും കാലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വിറയ്ക്കും. അതേ വിറയലാണ് ഇന്നും ഞാൻ അനുഭവിച്ചത്. ഭയങ്കരമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അതേ വിറയലോടുകൂടി ഒരു കോമ്പറ്റീഷൻ ഒരു കുട്ടി കയറുന്ന ആ ഒരു എന്താ പറയാ, എല്ലാവിധ പ്രാർത്ഥനകളും ടെൻഷനോടും കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിലെത്തിയത്. ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവും സജീവമായിട്ട്? ഇല്ല, ഞാൻ ഇന്ന് കുറച്ചു നേരം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോവാണ്, ദുബായിക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്റെ മകളുണ്ടായിരുന്നു എന്റെ കൂടെ. അവള് ഇതാണ് സ്കൂൾ യുവജനോത്സവം, പഠിച്ചതെല്ലാം പുറത്താണ്, അവര് ദുബായിലാണ്. അപ്പൊ പറഞ്ഞു കേട്ടതേ ഉള്ളൂ, ഇതാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. അതൊന്ന് കാണിക്കാൻ ഞാൻ ഉത്തരയും കൂടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഉത്തരയും ഒന്ന് കുറച്ചു നേരം കോമ്പറ്റീഷൻ കണ്ടു, ഞാനും കണ്ടു. ഓരോ വർഷം ചെല്ലുന്നവരും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മിടുക്കികളായി വരുന്നു, മിടുക്കന്മാരായി വരുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും ശ്രീ ആശ ശരത്ത് പറഞ്ഞതുപോലെ ഈ കോമ്പറ്റീഷനിൽ എത്തുന്ന കുട്ടികളുടെ ഒരു മികവ് ഉയർന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം എൽദോ പുൽപുതുശ്ശേരി.